നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരു മരണം. കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ബസ് ഡ്രൈവർ ഒറ്റശേഖരമംഗലം സ്വദേശി ഡ്രൈവർ അരുൾദാസ് പോലീസ് കസ്റ്റഡിയിലാണ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകട കാരണത്തെക്കുറിച്ച് പറയുന്നത് അമിത വേഗതയാണോ? അതുപോലെ ചികിത്സയിലിരിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? ആരോഗ്യനില എങ്ങനെയാണ്? വിശദാംശങ്ങളിലേക്ക്. ശരത്ത്, എന്തായാലും ഇന്നലെ രാത്രി 10:30 കൂടിയാണ് നെടുമങ്ങാട് ഇരിഞ്ചിയത്ത് ഇത്തരത്തിലുള്ളൊരു ബസ് അപകടം ഉണ്ടാകുന്നത്. ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മൂന്നാറിലേക്ക് വിനോദയാത്ര പോകുന്നൊരു സംഘം സഞ്ചരിച്ച 49 പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തന ദൗത്യം നാട്ടുകാരുടെയും അതിനൊപ്പം തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തന ദൗത്യം അത് വലിയ രീതിയിൽ തന്നെ വിജയം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ ഇപ്പോൾ ചികിത്സയിലുള്ളവരിൽ 4 പേർ മാത്രമാണ്, മുതിർന്നവരിൽ 4 പേർ മാത്രമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. മറ്റെല്ലാവരും തന്നെ ഡിസ്ചാർജ് ആയി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം അതിനൊപ്പം തന്നെ ഈ കുട്ടികളുടെ കാര്യം, 10 കുട്ടികളാണ് SIT ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ രാത്രിയിൽ എത്തിയത്. ഇവരിൽ ഒരു കുട്ടിയുടെ നില അല്പം ഗുരുതരമാണ്. എങ്കിലും അതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നത് തന്നെയാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം എന്ന് പറയുന്നത്. 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇന്നലെ SIT ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചത്. ഇവരിൽ ഒരു കുട്ടിയുടെ നില മാത്രമാണ് ഇത്തരത്തിൽ അല്പം ആശങ്ക ഉളവാക്കുന്നത്. മറ്റെല്ലാ കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നത് തന്നെയാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം എന്ന് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പുലർച്ചെ 4:30 കൂടിയാണ് ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ അരുൾദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും മെഡിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്നലെ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഈ ഡ്രൈവർ ഓടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പല ഭാഗത്തും പോലീസ് നടത്തുകയും അതിനുശേഷം ഇയാളെ കാണാതാകുന്നൊരു സാഹചര്യത്തിൽ മാൻ മിസ്സിങ്ങിന് പോലീസ് സ്വമേധയാ കേസെടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് ഇയാളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശേഷം ഇന്ന് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് അറിയിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വലിയൊരു അപകടമാണ് ഇന്നലെ, വലിയൊരു ദുരന്തം തന്നെയാണ് നെടുമങ്ങാട് ഇരിഞ്ചിയത്ത് ഇന്നലെ നടന്നത്. പക്ഷേ ഈ ഒരു അപകടം അത് വലിയ രീതിയിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ബസ് ഒരു വശത്തേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളിലുള്ള അതിൻ്റെ ആഘാതം അത് ഈ ആളുകളുടെ പരിക്കുകളിലേക്കുമൊന്നും എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ 60 വയസ്സുകാരിയായ ദാസിനി എന്ന് പറയുന്ന കാവല്ലൂർ സ്വദേശിനി മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ദാസിനിയുടെ മൃതദേഹം നിലവിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് ഈ മൃതദേഹം എത്തിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ സുലേഖയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.